ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്ന് നമുക്കൊരു ക്രോപ്പ് ടോപ്പ് ചെയ്യാം കേട്ടോ. പ്രിൻസസ് കട്ട് രീതിയിൽ നമുക്കൊരു ക്രോപ്പ് ടോപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നമുക്ക് ബ്ലൗസിൻ്റെ നോക്കാം. അപ്പോൾ ഷോൾഡർ വരുന്നത് 14ആണ്. 14ൻ്റെ പകുതിയാണ് കേട്ടോ എടുക്കേണ്ടത്. അതേപോലെ ചെസ്റ്റ് 28ആണ്. അതിൻ്റെ കൂടെ 2 കൂടെ ആഡ് ചെയ്ത് അപ്പോൾ നമുക്ക് 30 കിട്ടും. 30നെ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് എടുത്തേക്കാണ് കേട്ടോ. പിന്നെ വേസ്റ്റ് പാർട്ടിൽ നമ്മൾ അധികം ആഡൊന്നും ചെയ്യുന്നില്ല. 25ൻ്റെ 4 എടുക്കുവാണ്. കാരണം നമുക്ക് നല്ല ടൈറ്റായിട്ട് ഇരിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ആം ഹോള്, സ്ലീവിൻ്റെ ലെങ്ത്ത്, ബ്ലൗസിൻ്റെ ഇറക്കം നമുക്ക് വേണ്ടത് 15ആണ്. അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പൊക്കെ പോയിട്ട് നമുക്ക് 17ലിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം ഞാൻ ലൈനിങ് ആണ് എടുത്തേക്കുന്നത്. ലൈനിങ്ങിനെ 2ആയിട്ട് മടക്കിയിട്ട് കൊടുത്തു കേട്ടോ. ആദ്യം നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാം. അതിനുവേണ്ടി ഷോൾഡർ ആദ്യം മാർക്ക് ചെയ്തു. അവിടുന്ന് താഴോട്ട്, ഷോൾഡറിൻ്റെ അവിടുന്ന് താഴോട്ട് 5.5 മാർക്ക് ചെയ്തു. ഇതൊരു എല്ല് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെസ്റ്റ് 7.5, തയ്യൽ തുമ്പും ഒരു 3-3.5 ഇടുക കേട്ടോ. പിന്നെ വേസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് 9.5ലാണ് കേട്ടോ. വേസ്റ്റ് നമുക്ക് കിട്ടിയത് തയ്യൽ തുമ്പ്. പിന്നെ ഹിപ്പ് കൂടെ എടുക്കണം കേട്ടോ. ഹിപ്പ് നമ്മുടെ 15, നമുക്ക് 15ആണ് ഇറക്കം വേണ്ടത്. അവിടുത്തെ വണ്ണമാണ് എടുക്കേണ്ടത്. അതിൻ്റെ കൂടെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുക. പിന്നെ 15ഉം പിന്നെ തയ്യൽ തുമ്പിൻ്റെ അവിടെ ആണ് കേട്ടോ നമ്മൾ വേസ്റ്റ് കൊടുക്കേണ്ടത്. പിന്നെ മുകളിൽ നിന്ന് ഞാൻ ഒരു 9 മാർക്ക് ചെയ്തിട്ടുണ്ട്. ആം ഹോള് ഒരു 1 ഇഞ്ചിന് ചരിച്ച് മാർക്ക് ചെയ്യുക. പിന്നെ അവിടുന്ന് ഒരു 5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 9ആണ് കൊടുത്തിട്ടുള്ളത്. അവിടെ ഒരു 3.5 മാർക്ക് ചെയ്യുക. അതേപോലെ താഴെയും കൊണ്ടുവന്ന് 3.5 തന്നെ മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടുന്ന് ഒരു 2.5 മാർക്ക് ചെയ്യുക. ഇവിടെയാണ് നമുക്ക് കട്ട് ചെയ്ത് പോകുന്നത് കേട്ടോ. അതൊന്ന് നമുക്ക് വെച്ചിട്ട് ആ 3.5 നമ്മളിപ്പോൾ 3.5 വിട്ടത്, അവിടുന്ന് ബാക്കി നമ്മുടെ വേസ്റ്റ് എത്രയാണോ അത്രയും മാർക്ക് ചെയ്തെടുക്കുക. ആ 2.5 നമ്മൾ കൂട്ടാനേ പാടില്ല. അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നതാണ് കേട്ടോ. പിന്നെ ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഇനി നെക്കിന് വിത്ത് കൊടുത്തേക്കുന്നത് 2.5ആണ്. ഇറക്കം 5.5 കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എങ്ങനെയാണോ നെക്ക് വേണ്ടത് അങ്ങനെ. ഞാനിപ്പോൾ ജസ്റ്റ് റൗണ്ട് നെക്കാണ് കേട്ടോ കൊടുക്കുന്നത്. വൈഡൊന്നും ഇല്ലാതെ ജസ്റ്റ് റൗണ്ട് നെക്ക്. ഇനി ഇത് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക, അത്രമാത്രം. എന്നിട്ട് ഇതിനെ ഒന്ന് പതിച്ചുകൂടെ എടുക്കുന്നുണ്ട് ഞാൻ. ഈസി ആയിട്ട് പതിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ഒന്ന് മാർക്ക് ചെയ്തെടുക്കണേ. എന്നിട്ട് ബാക്ക് കട്ട് ചെയ്യാനായിട്ട് തുണി ഇതേപോലെ 2ആയിട്ട് മടക്കിയിട്ടു. ആദ്യം ഷോൾഡർ, അവിടെ നിന്ന് താഴോട്ട് 5.5, പിന്നെ നമ്മുടെ ആക്ച്വൽ ആയിട്ടുള്ളതൊക്കെ മാർക്ക് ചെയ്തെടുക്കുക. വേസ്റ്റും ഹിപ്പും തയ്യൽ തുമ്പും 1 ഇഞ്ച് ചരിച്ചൂടെ വരച്ചു കൊടുത്തേ ആം ഹോള്. എന്നിട്ട് നെക്ക് 2.5 വീതി, ഇറക്കം 7.5 കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്പം വൈഡായിട്ടുള്ളൊരു ബാക്ക് നെക്കാണ് ഞാൻ കൊടുക്കുന്നത്. എന്നിട്ട് അതിനെയും കട്ട് ചെയ്ത് മാറ്റുവാണ്. ജസ്റ്റ് ഇതുകൂടെ ഒന്ന് പതിച്ചെടുക്കണേ. ഓൾമോസ്റ്റ് ഫ്രണ്ടും ബാക്കും സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ടിലെ പാർട്ട് നമ്മൾ ആദ്യം വരച്ചെടുത്തില്ലേ, അതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ മനസ്സിലാവൂ. എന്നിട്ട് നമ്മുടെ ബ്ലൗസ് ബിറ്റ് എടുത്തു. എന്നിട്ട് ഇതേപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ബ്ലൗസ് പീസിൽ കട്ട് ചെയ്തെടുക്കണേ. എത്രയും തുണി സേവ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ സേവ് ചെയ്ത് കട്ട് ചെയ്താൽ അത്രയും ബെറ്ററാണ്. ഞാനിത് കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇനി സ്ലീവിന് ഞാൻ പഫാണ് കൊടുക്കുന്നത്. തുണി 4ആയിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അടിഭാഗത്ത് എനിക്ക് പട്ട വെച്ച് കൊടുക്കണം കേട്ടോ. പഫിൻ്റെ അടിഭാഗത്ത് അത് കറക്റ്റായിട്ട് എനിക്ക് ഈ പട്ടയിൽ നിന്ന് കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട ലെങ്ത്ത് 4ആണ്. 4 തയ്യൽ തുമ്പൂടെ കൂട്ടിയ 5 ഇഞ്ചിലൊരു മാർക്ക് കൊടുത്തു. പിന്നെ ഞാൻ മുകളിലോട്ടൊന്ന് പഫ് പൊക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 ഇഞ്ച് പൊക്കി ഇതേപോലെ കൊടുക്കുന്നുണ്ട്. പൊക്കി കൊടുത്തു. അവിടുന്ന് ഒരു 16 എന്തോ ആണ് ഞാൻ എടുത്തേക്കുന്ന പഫിൻ്റെ
ചുരുക്കിട്ട് കൊടുക്കാനായിട്ട്. ആ 16 വന്നിടത്തു നിന്നാണ് നമ്മൾ സ്ലീവ് വരച്ച് കൊടുക്കുന്നത് കേട്ടോ. അവിടെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. ഇത്രയും ഭാഗത്താണ് നമുക്ക് ചുരുക്കിട്ട് കൊടുക്കേണ്ടത്. പട്ടയ്ക്കും വേണ്ടിയിട്ടുള്ള ഒരു തുണി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. 16 ലെങ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. നല്ല തുണിയാണ് കേട്ടോ മുകളിൽ ഇരിക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ലൈനിങ് വെച്ച് കൊടുത്തു. ഇനി കറക്റ്റ് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് അകത്തേക്ക് നമ്മളൊരു 1/2 ഇഞ്ചിൽ ഗ്യാപ്പ് വിട്ടിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ്. ആ നെക്ക് ഒരു ചെറിയ വെട്ടിയിട്ട് കൊടുക്കാവേ. വെട്ടിടുമ്പോൾ തയ്യൽ പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വെട്ടിടുക. എന്നിട്ട് ആ തുണിയെ ഒന്ന് നീക്കി വെച്ചിട്ട് തുണിയുടെ ലൈനിങ്ങിൻ്റെയും കൂടെ സെൻട്രലായിട്ട് നെക്കൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് ആ ലൈനിങ്ങിനെ അകത്തേക്ക് നീക്കി വെച്ചിട്ട് അരികിനോടൊരു സ്റ്റിച്ചിട്ടെടുക്കുവാണ്. നെക്ക് നല്ല ഫിനിഷായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് ഈ ലൈനിങ്ങിനെ മെയിൻ ക്ലോത്തിനെയും കൂടെ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് കൊടുക്കുവാണ്. ബാലൻസ് ആയിട്ട് നിൽക്കുന്ന ക്ലോത്ത് എല്ലാം കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമ്മൾ 2 പീസ് ഫ്രണ്ടിൽ വെക്കാനായിട്ട് ചെയ്തില്ലേ, അതുകൂടെ ഇതേപോലെ നല്ല വശം ഫേസ് ചെയ്ത് വെച്ച് ഒന്ന് ജോയിൻ ചെയ്യണേ. എന്നിട്ട് ഇവിടെ ഞാൻ 2 വര ഇട്ട് കൊടുത്തിട്ടില്ലേ, അത് കറക്റ്റ് എനിക്ക് മുകൾ ഭാഗമാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വരയിട്ട് കൊടുക്കുന്നത്. നല്ല ഭാഗം ഫേസ് ചെയ്ത് വെച്ചിട്ട് മുകൾ ഭാഗത്ത് തന്നെ വരണം കേട്ടോ. ഇല്ലെങ്കിൽ തിരിഞ്ഞു പോകും, തലതിരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് തലതിരിഞ്ഞു പോയാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നിട്ട് ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഓപ്പോസിറ്റ് സൈഡും അതേപോലെ ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ മുകൾ ഭാഗത്ത് ഞാൻ മറക്കാതെ ഒരു 2 ലൈൻ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് ഏതാണ് മുകൾ ഭാഗം താഴ്ഭാഗമൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ താഴ്ഭാഗം എടുത്തിട്ട് വന്ന് മുകൾ ഭാഗത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, മൊത്തത്തിൽ ഫ്ലോപ്പായി. അപ്പോൾ കറക്റ്റായിട്ട് നമ്മളതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഫ്രണ്ട് ഭാഗം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടോ. ഇനി ബാക്ക് പാർട്ടിൽ തുണിയുടെ നല്ല വശത്താണ് മുകളിൽ ലൈനിങ് വെച്ച് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നെക്ക് ഇതേപോലെ കറക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണേ. സെയിം ഫ്രണ്ട് എങ്ങനെയാണോ ചെയ്തത് അതേ രീതിയിൽ ബാക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ബാക്കിൽ നമ്മൾ ഹുക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ബാക്കും കംപ്ലീറ്റ് ആയി. ഇനി അതിൻ്റെ അവിടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതാണ് ഞാൻ. ഇനി നല്ല ഭാഗം ഫേസ് ചെയ്ത് വെച്ച് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുവാണ്. ഇതേപോലെ നല്ല ലോക്കിട്ടാണ് കേട്ടോ ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഡയറക്റ്റായിട്ട് ഞാൻ ജോയിൻ ചെയ്യുന്നത് ഇതേപോലെ നല്ല ലോക്കിട്ട് കൊടുത്തിട്ടാണ് കേട്ടോ. 2 വശവും അതേ രീതിയിൽ ചെയ്തെടുക്കുവാണ്. ബാലൻസ് ആയിട്ട് നിൽക്കുന്ന ക്ലോത്തെല്ലാം ഇനി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. എവിടുത്തെ ഷോൾഡറിൻ്റെ അവിടുത്തെയാണ് കേട്ടോ ഇതേപോലെയൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി. ഇനി ആ തയ്യൽ തുമ്പ് ബാക്ക് സൈഡിലോട്ട് നിൽക്കുന്ന രീതിയിൽ ഒന്ന് ഷോൾഡർ പതിച്ചൂടെ സ്റ്റിച്ച് ചെയ്തു കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഞാൻ 4ആയിട്ടൊന്ന് മടക്കിയിട്ട് കൊടുത്തു. എന്നിട്ട് ഷോൾഡർ ഒന്നുകൂടെ എടുത്ത് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ താഴ്ഭാഗത്തെ ലെങ്ത് ഒന്ന് കറക്റ്റായിട്ട് ഈവനായിട്ട് നമ്മൾ 17-ലില്ല ഇട്ട് കട്ട് ചെയ്ത്, അപ്പോൾ ഇപ്പോൾ കറക്റ്റ് 16-ൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇതേപോലെ 2 ഇഞ്ച് വീതിയുള്ളൊരു തുണി എടുത്തിട്ടുണ്ട്. നീളം ഇതേപോലെ വെച്ചടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ താഴ്ഭാഗത്തെ നീളത്തിന് കുറച്ചൊരു കൂട്ടിയെടുത്തോ, അല്ലെങ്കിൽ കറക്റ്റ് എടുത്തോ, കുഴപ്പമൊന്നുമില്ല. ഇതേപോലെ അതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അതൊന്ന് പതിച്ചുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു.
ഇനി ഇതാ ഇതേപോലെ ഒന്ന് മടക്കി ഡബിൾ ഫോൾഡ് ചെയ്തങ്ങ് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്താൽ നമ്മൾ ഫിനിഷായിട്ട് നമ്മുടെ താഴ്ഭാഗം കിട്ടും കേട്ടോ. ഇതേപോലെ ഫ്രണ്ടും ബാക്കും ചെയ്തെടുക്കുക. എന്നിട്ട് ഞാൻ ബാക്ക് സൈഡിനെ ഇതേപോലെ കറക്റ്റായിട്ട് നെക്കൊക്കെ ഫേസ് ചെയ്ത് വെച്ച് മടക്കി കൊടുത്തു കേട്ടോ. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു കട്ട് കൊടുത്തു. എന്നിട്ട് ഹുക്ക് വെച്ച് കൊടുക്കാനാണ്. അപ്പോൾ ലെങ്ത്ത് എനിക്ക് വരുന്നത് 7 അപ്പോൾ 7-നേക്കാളും കൂടുതൽ നീളമുള്ളൊരു തുണി എടുക്കാം. അപ്പോൾ ഇതാ ഇതേപോലെ രണ്ടായിട്ട് മടക്കിയാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത്. വീതി ഞാൻ കാണിച്ചു തരാം. ഏകദേശം വീതി ഒരു 2.5 എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് റൈറ്റ് സൈഡാണ്, എൻ്റെ ലെഫ്റ്റ് സൈഡാണ് കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ വരുന്ന തുണിയെ ഇതേപോലെ കറക്റ്റ് മുകളിലൊന്ന് വെച്ച് കൊടുത്ത് മുകൾ ഭാഗവും മടക്കി താഴ്ഭാഗവും മടക്കി കേട്ടോ. എന്നിട്ട് ഇതേപോലെ നീക്കി സ്ട്രൈറ്റ് ആയിട്ടൊരു സ്റ്റിച്ച് കൊടുത്തു. എന്നിട്ട് അകത്തേക്ക് മടക്കി ഒരു സ്റ്റിച്ച് കൊടുത്തു. വീണ്ടും ഡബിൾ ഫോൾഡ് ചെയ്ത് ഒരു സ്റ്റിച്ച് കൂടെ കൊടുത്തു കേട്ടോ. കറക്റ്റായിട്ട് പടി അവിടെ ഇരുന്നോളും. ഇത് ഹുക്ക് വെച്ച് കൊടുക്കാനാണ്. ഇനിയും ഹോൾഡ് ചെയ്യാനായിട്ടുള്ള പടി ഇതേപോലെ താഴ്ഭാഗത്താണ് വെക്കുന്നത്. ഞാൻ അടിഭാഗത്ത് വെച്ചു, ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് ഇവിടെ വരുമ്പോഴും ഇവിടെ ഒന്ന് മടക്കി, എന്നിട്ട് നൂത്തിട്ട് ഇതേപോലെ മടക്കി ഒരു സ്റ്റിച്ച് കൊടുത്തു. എന്നിട്ട് ഇതേപോലെ രണ്ടാമത് മടക്കി നേർ തുമ്പിലാണ് കേട്ടോ സ്റ്റിച്ച് കൊടുത്തത്. ഈ സൈഡിൽ സ്റ്റിച്ച് കൊടുത്തില്ല, അത് ഓപ്പണാണ്. എന്നിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ നമുക്ക് ഒരു 2 ഇഞ്ച് ഗ്യാപ്പിലാണ് ഇപ്പം ഞാൻ ഹുക്ക് വെച്ച് കൊടുക്കുന്നത്. അവിടെ ഓരോരോ മാർക്ക് കൊടുത്തു. ഇനി ഇതേപോലെ ഒരു വി ആയിട്ട് നമുക്ക് ഇതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ചെറിയ ഹോള്, ഒരു പ്രഷർ ഫുഡിൻ്റെ വലുപ്പത്തിലുള്ള ഹോള് മതി കേട്ടോ. ഇതേപോലെ ഹോളെല്ലാം ഞാൻ ചെയ്തെടുക്കുവാണേ. എന്നിട്ട് കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് 2 പിന്ന് കുത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഹുക്ക് നമുക്കിപ്പോൾ ചെയ്ത് വരിഞ്ഞു കൊടുക്കണമെങ്കിൽ വരിഞ്ഞു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലാസ്റ്റിലാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഞാൻ 4ആയിട്ട് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി നമുക്ക് ഷോൾഡർ ഒന്നുകൂടെ എടുത്ത് മാർക്ക് ചെയ്യാം കേട്ടോ. കറക്റ്റായിരിക്കണം, ഫോൾഡിങ് ഒന്നും വരാൻ പാടില്ല. ഇതേപോലെ അകത്തേക്ക് നീക്കി 5.5 ആം ഹോൾ കൊടുക്കുകയാണ്. എന്നിട്ട് അവിടുത്തെ ചെസ്റ്റ് വണ്ണം 1 ഇഞ്ച് ആം ഹോൾ ഒന്ന് ചരിച്ചുകൂടെ കൊടുത്തേ. ഇനി വേസ്റ്റിൻ്റെ ലെങ്ത് 9.5 അവിടുത്തെ വണ്ണം കൊടുത്തു, പിന്നെ ഹിപ്പിൻ്റെ വണ്ണം കൊടുത്തു. ഇനി ഇതിനെല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുക്കാവേ നമുക്ക്. എന്നിട്ട് ഇതേപോലെ ഒരു സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഇട്ടെടുക്കുവാണ് കേട്ടോ. 2 സൈഡും അതേപോലെ സ്റ്റിച്ച് ഇട്ടെടുത്തു. എന്നിട്ട് ഫ്രണ്ട് ആം ഹോൾ ഒരു 1/2 ഇഞ്ച് ഇതേപോലെ ഒന്ന് എടുത്ത് വരച്ച് വെട്ടി കൊടുത്തിട്ടുണ്ട്, ഫ്രണ്ട് ആം ഹോൾ മാത്രമേ. ഇനി നമുക്ക് സ്ലീവ് ഫിറ്റ് ചെയ്യാം. അതിന് വേണ്ടി അപ്പം ഞാൻ ഇവിടുന്ന് വലത്തേക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പ്ലീറ്റ്സ് ഒരു നിശ്ചിത അളവായിരിക്കണം. കറക്റ്റ് എല്ലാ പ്ലീറ്റ്സും ഒരേ അളവാണെങ്കിൽ അത്രയും ഭംഗിയാണ് കേട്ടോ. പഫ് വെക്കുമ്പോൾ ഇതിപ്പോൾ തിരിച്ചു. അപ്പോൾ ഒരു വശം വലത്തേക്കിട്ടാൽ ഒരു വശം ഇടത്തേക്കിടുക കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാൽ പഫ് നല്ലതായിട്ട് നിൽക്കും കേട്ടോ. ഒരു സൈഡിലേക്ക് മാത്രം ഇട്ടാൽ പഫ് ഒതുങ്ങിപ്പോകും. എന്നിട്ട് അടിഭാഗത്ത് വെക്കാനുള്ള പട്ട 2 സൈഡും ഒന്ന് മടക്കി അടിച്ചു കൊടുത്തു. എന്നിട്ട് ഇതേപോലെ തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ അകത്തേക്ക് ആ തുണി അകത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇതേപോലെ താഴ്ഭാഗത്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. പതിച്ചൂടെ കൊടുത്തു കേട്ടോ ഞാൻ.
എന്നിട്ട് കറക്റ്റ് ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യുക. കറക്റ്റ് സ്ലീവിൻ്റെ കറക്റ്റ് സെൻറ്റർ, ഷോൾഡറിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് സ്ലീവ് ഇതേപോലെ കറക്കി ജോയിൻ ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. സ്ലീവ് ജോയിൻ ചെയ്യുമ്പോൾ നിർത്തി മാത്രം സ്ലീവ് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. ഇതാ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് ഇതിനെ ഒന്ന് തിരിച്ചിട്ട് അതിൻ്റെ താഴ്ഭാഗത്തെ വണ്ണം, സ്ലീവിൻ്റെ താഴ്ഭാഗത്തെ വണ്ണം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടുന്ന് നമ്മുടെ ചെസ്റ്റിലേക്ക് ജസ്റ്റ് ജോയിൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. നമ്മുടെ പണിയെല്ലാം കഴിയും. എത്ര സ്റ്റിച്ച് വേണോ എക്സ്ട്രാ അതിട്ട് കൊടുക്കുക. എന്നിട്ട് ബാലൻസ് നിൽക്കുന്ന പാർട്ടെല്ലാം കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. രണ്ട് സൈഡും ഇതേപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് ഞാൻ ബാക്കിൽ ഒരു വള്ളിയും കൂടെ ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. പിന്നെ ഞാൻ ഇതിനകത്ത് ചെറിയ അലുക്കുളുത്ത് പരിപാടികളൊക്കെ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഞാൻ പെയർ ചെയ്യുന്നത് ഒരു പിങ്ക് ഷോളാണ് കേട്ടോ. അപ്പോൾ പിങ്ക് ബീഡാണ് ഞാൻ എടുത്തേക്കുന്നത്. കയ്യിലും കഴുത്തിലുമാണ് ഞാൻ ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഫ്ലവർ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ആ തിലകം ബീഡ് വെച്ചിട്ട്. അപ്പോൾ ഒരു 2 ഇഞ്ച് ഗ്യാപ്പിലാണ് ഞാൻ ഇത് സെറ്റ് ചെയ്യുന്നത്. ഹാൻഡ് വർക്ക് ചെയ്യണമെന്ന് കരുതിയതാണ്, പക്ഷെ ടൈം കിട്ടാത്തത് കൊണ്ട് ബീഡ്സ് വർക്കിൽ ഒതുക്കി ഗൈസ്. അപ്പോൾ ഞാൻ ഓരോന്ന് പറക്കി ഒട്ടിക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് സ്ലീവിൻ്റെ ലുക്ക്. 2 സ്ലീവും കംപ്ലീറ്റ് ചെയ്തു. നെക്കിലൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഔട്ട്ലുക്ക് കണ്ടാലോ? വായോ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. എനിക്ക് തോന്നുന്നു ടിഷ്യൂവിനൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് 90 രൂപയാണ് കേട്ടോ 1 മീറ്റർ. അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ഓണക്കോടി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതിന് പുറത്തോട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് പാളിപ്പോയാൽ പൊക്കോട്ടെ. നമ്മൾ മിസ്റ്റേക്കുകളിൽ നിന്നാണ് കേട്ടോ കറക്റ്റ് ആവുന്നത്. ഒരു 100 എണ്ണം തയ്ച്ച് പഠിച്ചാൽ മാത്രമേ 101ാമത്തെ വട്ടം അത് പെർഫെക്റ്റ് ആവുള്ളൂ കേട്ടോ. പരാജയത്തിൽ നിന്നല്ലേ നമ്മൾ വിജയത്തിലേക്ക് തിരിച്ചുയരാൻ പറ്റൂ ഗൈസ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. വീഡിയോ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.